ചേട്ടാ ഇത്രയും കാലം ഉണ്ടായിട്ടും ഇന്ന് റീൽ ഉണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ച് ഈ നിറയുമ്പോ ചൂടും നിറയുമ്പോ തണുപ്പ് വരണ്ടേ. അതെങ്ങനെ വർക്കാന്ന് നോക്കിയാലോ. ശരിക്കും ഹൂ എന്ന് പറയുമ്പോഴും ഹാ എന്ന് പറയുമ്പോഴും രണ്ടും എയർ വരുന്നത് നമ്മുടെ ലങ്സിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പിന്നെ എങ്ങനെയാണ് രണ്ട് ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നത്? നമ്മുടെ വായിൽ നിന്ന് വരുന്ന എയറിനെ ഒരു ഇൻവിസിബിൾ സ്ട്രോ ആയിട്ട് സങ്കല്പിച്ച് നോക്കാം. ഹൂ എന്ന് പറയുമ്പോൾ നാരോ ആയിട്ടുള്ളൊരു സ്ട്രോയും ഹാ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ളൊരു സ്ട്രോ ആയിട്ട് സങ്കല്പിക്കാം. ഏതിലായിരിക്കും വേഗത കൂടുതൽ ഉണ്ടാവുക? ഓബ്വിയസ്ലി രണ്ടും ഒരേ അളവിലാണ് എയർ പുറത്തു പോകുന്നത് എന്നുള്ളതുകൊണ്ട് ചെറിയ സ്ട്രോയിൽ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കേണ്ടി വരും എയർ. ഈ സ്ട്രോ ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള വായുമായിട്ട് മിക്സായി വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഏതിലായിരിക്കും കൂടുതൽ മിക്സ് ആവുന്നത് എന്നതിനനുസരിച്ചാണ് അതിൻ്റെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുന്നത്. ഫ്ലൂയിഡ്സിൻ്റെ പ്രത്യേകതയാണ് വേഗത കൂടുന്തോറും പ്രഷർ കുറയുന്നുള്ളത്. അപ്പോൾ നാരോവർ ആയിട്ടുള്ള സ്ട്രോയിൽ വേഗത കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ പുറത്തു നിന്നുള്ള വായുവിനെ കൂടുതൽ അട്രാക്ട് ചെയ്യും. പുറത്തുനിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് തണുത്ത കാറ്റിനെ കൂടുതൽ അട്രാക്ട് ചെയ്യുകയും അത് കൂടുതൽ മിക്സ് ആയിട്ടാണ് നമ്മളെ കയ്യിലേക്ക് വന്ന് പതിക്കുന്നത്. എന്നാൽ വൈഡർ ആയിട്ടുള്ള ഹാ എന്ന് പറയുന്ന സമയത്ത് കൂടുതൽ മിക്സിങ് നടക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുതൽ നമ്മുടെ കയ്യിലേക്ക് തന്നെയാണ് നേരിട്ട് വന്ന് പതിക്കുന്നത്, കൂടുതൽ മിക്സ് ആവുന്നില്ല. ഓക്കെ, ബെർണോളിസ് തിയറം, കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കേണ്ടി വരും. വേഗത കൂടിയാൽ പ്രഷർ കുറയും.